ക്കറിയോ ബനൂ ഇസ്രായേലികളിൽ ഒരാൾ ഉണ്ടായിരുന്നു, സ്വാലിഹായ മനുഷ്യനാണ്. ബനൂ ഇസ്രായേലികളിൽ എല്ലാവരും പുകഴ്ത്തുന്ന, എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പ്രിയപ്പെട്ടവരെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാ. ആ മനുഷ്യന് രോഗം പിടിപെടുകയാണ്. ആ മനുഷ്യന് സക്കറാത്തിന്റെ ഹാലിലാ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മരണാസന്നനാകുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ദീനീ ബോധമുള്ള ഒരു കുഞ്ഞു മകനുണ്ട്. ആ മകന്റെ വാത്സല്യമാണ്. ആ പൊന്നുമോനെ വാത്സല്യത്തോടെ ഒന്ന് തലോടാൻ ആ പ്രിയപ്പെട്ട പിതാവിന് ദീർഘനാള് കഴിഞ്ഞിട്ടില്ല. ആ പിതാവ് രോഗത്തിലേക്ക് നടക്കുകയാ. നടക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് പ്രിയപ്പെട്ട പിതാവിന് ആകെയുള്ള സ്വത്തെന്ന് പറഞ്ഞാൽ ആകെയുള്ള പൈതൃക സ്വത്തായി തന്റെ പൊന്നുമോനെ സമ്മാനിക്കാൻ ഒരു പശുക്കുട്ടി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ പശുക്കുട്ടിയുമായി അദ്ദേഹം അവിടെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. താനങ്ങ് മരിച്ചുപോയാൽ, താന് മരണപ്പെട്ടു പോയാൽ വിധവയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും അനാഥനായ തന്റെ പൊന്നുമോനും മാത്രമാണ്. എനിക്ക് ഉറപ്പുണ്ട് എന്റെ പൊന്നുമോൻ എന്റെ ഭാര്യ അവന്റെ ഉമ്മയെ നല്ലതുപോലെ നോക്കുമെന്ന് ഉറപ്പുണ്ട്. അവൻ നല്ല മോനാ, അവൻ നല്ല സ്നേഹമുള്ള മോനാ, അവന് വാത്സല്യമുള്ള മോനാ. അതുകൊണ്ട് തന്നെ ആ വാപ്പാന്റെ സംഭാവനയായി സമ്പത്തായി ആകെയുള്ള പശുക്കുട്ടി എന്ത് ചെയ്തെന്നറിയോ? അവിടെയുള്ള ഒരാളെയും വിശ്വാസമില്ല. ആ പശുക്കുട്ടി എന്ത് ചെയ്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഒരു കാടിന്റെ നടുക്കേക്ക് കൊണ്ടുപോവുകയാ. ഒരു കാടിന്റെ ചാരത്ത് കൊണ്ടുപോയി അല്ലാഹുവേ ആ കാടിന്റെ മുമ്പിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാ. എന്റെ പൊന്നുമോനെ വളർന്ന് വലുതാകുമ്പോ അല്ലാഹുവേ എന്റെ പൊന്നുമോനെ നീ ഈ പശുക്കുട്ടിയെ സമ്മാനിക്കണേ അല്ലാ. എന്റെ പശുക്കുട്ടിയെ നീ എന്റെ പൊന്നുമോൻ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാടിന്റെ നടുവിൽ ചെന്നുകൊണ്ട് ആ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു, പത്രേ നിങ്ങൾക്കറിയുമോ സഹോദരങ്ങള്, ശ്രദ്ധയോടെ ഈ ചരിത്രം ഒന്ന് കേൾക്കണേ. മഹാനായ ആ മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്ന സാത്വികനായ വിശുദ്ധനായ മനുഷ്യനാ. തന്റെ പൊന്നുമോന് പൈതൃക സ്വത്തായി കൊടുക്കാനുള്ള പശുക്കുട്ടിയെ കാടിന്റെ നടുവിൽ കൊണ്ടുവിടുകയാ. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ മരണപ്പെടുകയാ. വാപ്പയില്ലാത്ത പൊന്നുമോനെ വളർന്നു വരികയാ. ഭർത്താവില്ലാത്ത വിധവയായ വൈദവ്യം പേരിയിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ പൊന്നുപോലെ മോനെ വളർത്തുകയാ. ആ മകന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അലട്ടലില്ലാതെ പൊന്നുമോനെ വളർത്തി വലുതാക്കുകയാണ്. സഹോദരങ്ങളെ, പിന്നെ സംഭവിച്ചതെന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട പൊന്നുമോനങ്ങ് വലുതായി. ആ പൊന്നുമോന് പാതിരാത്രി മുഴുവനും കിടന്ന് ഉറങ്ങൂല. രാത്രി 3 ആ മകനങ്ങ് ഭാഗിക്കാൻ തുടങ്ങി. അതിൽ ഒരു സമയം കിടന്ന് നല്ലതുപോലെ ഉറങ്ങുന്ന സ്വഭാവമാ. രണ്ടാമത്തെ സമയം എന്ത് ചെയ്യുമെന്നറിയോ? തന്റെ പൊന്നുമ്മാന്റെ ചാരത്ത് വന്ന് ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുകയാ, ഉമ്മാക്ക് സേവനമനുഷ്ഠിക്കുകയാ. അതിൽ ഒരു ഭാഗം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. രാത്രി 3 ഭാഗിച്ചിട്ട്, ഇന്ന് സഹോദരിമാരെ നിങ്ങളും അങ്ങനെയല്ലേ? ഒന്ന് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി മാറ്റിവെക്കും, മറ്റൊന്ന് നിങ്ങളുടെ കാമുകന് വേണ്ടി മാറ്റിവെക്കുന്നു. പിന്നെ ഒരു ഭാഗം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ചാറ്റിങ്ങിലാണ്, മറ്റുള്ള സംവിധാനങ്ങളിലാ. പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? സ്വാലിഹായ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയതിനു ശേഷം ഈ പൊന്നുമോനെ വളർന്നു വലുതായി. ആ പൊന്നുമോൻ പാതിരാത്രി 3 ഭാഗിക്കുകയാ. അതിൽ ഒരു ഭാഗം ഇബാദത്തെടുത്ത്, ഒരു ഭാഗം ഉമ്മാക്ക് ഖിദ്മത്തെടുത്തു, ഒരു ഭാഗം ആ പൊന്നുമോന് ഉറങ്ങുകയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ കോടാലിയും എടുത്തിട്ട് കാട്ടിൽ പോയി വിറക് വെട്ടുകയാ. ആ വിറക് വെട്ടിയിട്ട് കിട്ടുന്ന സമ്പാദ്യം, മാർക്കറ്റിൽ കൊണ്ടുവന്ന് കിട്ടുന്ന സമ്പാദ്യമുണ്ടല്ലോ, അതിനെ 3 പകുക്കുകയാണ്. 3 ഭാഗിച്ചിട്ട് അതിൽ ഒരു ഭാഗം സ്വതക്ക കൊടുക്കും, ഒരു ഭാഗം ഉമ്മാന് കൊടുക്കും, ഒരു ഭാഗം തനിക്ക് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നല്ല യുവാവായി മാറുന്ന സമയത്ത് ഉമ്മ വിളിക്കുകയാണ്, പൊന്നുമോനെ നിന്റെ വാപ്പ മരണപ്പെടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയിട്ടൊരു പശുക്കുട്ടിയെ പൈതൃക സ്വത്താക്കി മാറ്റി വെച്ചിരിക്കുകയാ. ആ പശുക്കുട്ടി ഇന്ന കാട്ടിലുണ്ട്, ഇന്ന കാട്ടിലാണ് ആ പശുക്കുട്ടി ഉള്ളത്. അതുകൊണ്ട് പൊന്നുമോനെ നീ ആ കാട്ടിൽ ചെല്ലുക, എന്നിട്ട് ആ പശുക്കുട്ടിയെ വിളിക്കുക. ഇബ്രാഹിം നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി, ഇസ്മായിൽ നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി, യാക്കൂബ് നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി, അതുപോലെ ഇസ്മായിൽ നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കിയിട്ട് നീ വിളിക്കണേ,
നിന്റെ അടുക്കലേക്ക് ആ പശുക്കുട്ടി ഓടി വരും, ഒരു സംശയവും വേണ്ട. നിനക്ക് തിരിച്ചറിയാനുള്ള ഒരു അടയാളം കൂടി ഞാൻ പറഞ്ഞു തരാ. ആ തിരിച്ചറിയാനുള്ള അടയാളം പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നുമോനെ, നീ ആ പശുക്കുട്ടിയിലേക്കൊന്ന് നോക്കുമ്പോ നിന്റെ കണ്ണ് വല്ലാതെ മനോഹരമായി മാറുന്നതാ. ആ പശുക്കുട്ടിയുടെ തോലിൽ, ആ പശുക്കുട്ടിയുടെ മാംസത്തിൽ നിന്ന് നിനക്ക് പ്രതിബിംബം കാണാ. സൂര്യന്റെ രശ്മികള് ആ പശുക്കുട്ടിയിൽ നിന്ന് പുറത്തേക്ക് ജ്വലിക്കുന്നതായി നിനക്ക് കാണാ. അങ്ങനെയുള്ള അടയാളമുള്ള പശുക്കുട്ടിയാ. അതുകൊണ്ട് നീ ചെന്ന് വിളിക്കണേ, തിരികെ കൊണ്ടുവരണേ. അത് നിന്റെ ഉപ്പ നിനക്ക് സമ്മാനിച്ചതാണ്, സംഭാവന നൽകിയതാണ്. പക്ഷേ ഒരിക്കൽ പോലും പൊന്നുമോനെ ആ പശുക്കുട്ടിയുടെ പുറത്ത് കയറിയിട്ട് നീ യാത്ര ചെയ്യാൻ പാടില്ല. ഒരു ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശമാ. സഹോദരങ്ങളെ, ആ പൊന്നുമോന് കാട്ടിലെത്തുകയാ. എന്നിട്ട് ആ കാടിന്റെ ചാരപ്പ് നിന്നുകൊണ്ട് ആ പൊന്നുമോന് വിളിച്ചു, അല്ലാഹുവേ, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ, യാക്കൂബ് നബിയുടെ സംരക്ഷകനായ പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്ക് വേണ്ടി മാറ്റിവെച്ച പൈതൃക സ്വത്തായ ഈ പശുക്കുട്ടി എനിക്ക് നീ എത്തിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പശുക്കുട്ടിയെ വിളിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, ആ പശുക്കുട്ടി ആ മനുഷ്യന്റെ നേരെ ഓടിയെടുക്കുകയാ. എന്നിട്ട് ആ പശുക്കുട്ടി വന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുന്നിൽ മുട്ടുകുത്തുകയാ. സഹോദരങ്ങളെ, എന്നിട്ട് പറഞ്ഞുവത്രേ, ആ പശുക്കുട്ടി പറഞ്ഞുവത്രേ, എത്രയോ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ, എത്രയോ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്കിതിന്റെ ചരിത്രങ്ങൾ കാണാ. ആ പശുക്കുട്ടി പറഞ്ഞുവത്രേ, എന്റെ മുതുകത്തൊന്ന് കയറുമോ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാ. ആ സമയത്ത് ആ പൊന്നുമോന് പറഞ്ഞിരുന്നെന്നറിയോ, ഇല്ല ഇല്ല, എന്റെ ഉമ്മ അതിന് അനുവാദം തന്നിട്ടില്ല. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് ആ പശുക്കുട്ടിയുടെ പുറത്ത് കയറല്ലേ എന്നാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അതിന്റെ പുറത്ത്, നിന്റെ പുറത്ത് കയറൂല എന്ന് പറഞ്ഞപ്പോൾ മാതാവിന്റെ പ്രിയപ്പെട്ട തൃപ്തി കരസ്ഥമാക്കിയ പൊന്നുമോനോട് ആ പശുക്കുട്ടി പറഞ്ഞിരുന്നെന്നറിയോ, നീ അഥവാ എന്റെ പുറത്ത് കയറിയിരുന്നെങ്കിൽ നിനക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. നിന്നെ ഞാൻ പരിശോധിച്ചതാണ്, നിന്നെ പരീക്ഷിച്ചതാ എന്ന് പറഞ്ഞ് പശുക്കുട്ടി മറുപടി കൊടുത്തപ്പോ ആ പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ട് നേരെ മകനെ വീട്ടിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് ഉമ്മ കണ്ടത്. ആ സമയത്ത് മകനെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, പാതിരാത്രി മുഴുവനും ഇബാദത്തെടുത്ത് ഉറക്കമുളച്ചിട്ട് നേരം വെളുത്ത് വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോയി, അങ്ങാടിയിൽ കൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുപോയി, മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് നീ ക്ഷീണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ പശുവിനെ നീ മാർക്കറ്റിൽ കൊണ്ടുപോയി 3 ദീനാറിന് വിൽക്കണം. എന്നിട്ട് നീ നല്ലതുപോലെ ജീവിക്കാൻ തയ്യാറാകു. സഹോദരങ്ങളെ, 3 ദീനാറിന് വിൽക്കാൻ ഉമ്മാന്റെ അനുവാദം കിട്ടിയപ്പോ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് പൊന്നുമോന് പശുക്കുട്ടിയുടെ കയറ് പിടിച്ചിട്ട്, പശുക്കുട്ടിയുടെ പെടലി പിടിച്ചിട്ട് നേരെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാ. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ, 3 ദീനാറിന് വിൽക്കുമ്പോൾ എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാകണേ വിൽക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാകല്ലേ പൊന്നുമോനെ. സഹോദരങ്ങളെ, ആ മകനെ അങ്ങാടിയിൽ കൊണ്ടുവന്ന്, മാർക്കറ്റിൽ കൊണ്ടുവന്ന് പശുവിനെ പ്രദർശിപ്പിക്കുകയാ. ഒരാള് വരുന്നു. ആരാ വന്നതെന്നറിയോ? അല്ലാഹുവേ, അവന്റെ മാലാകമാരിലൊരു മാലാകയെ, അവന്റെ മലക്കുകളിൽ ഒരു മലക്കിനെ, അവന്റെ അംലാക്കുകളിൽ നിന്നൊരു മലക്കിനെ അല്ലാഹു വേഷം മാറ്റി വിട്ടു. വേഷപ്രച്ഛന്നനായി ആ മലക്ക് തന്റെ മുമ്പിലെത്തിയിട്ട് ചോദിക്കുന്ന, മോനെ, ഈ പശുക്കുട്ടിയെ വിൽക്കുന്നുണ്ടോ? അതെ, വിൽക്കാം. എത്ര രൂപ വേണം? 3 ദീനാറ് വേണം. പക്ഷേ എന്റെ ഉമ്മാന്റെ തൃപ്തിക്കാ, എന്റെ ഉമ്മാടെ തൃപ്തിയാണ് 3 ദീനാറ്. ആ തൃപ്തിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്ന 3 ദീനാറ് തന്നാ ഞാൻ തരാ. ആ സമയത്താണ് ഈ വന്ന മനുഷ്യന് വേഷം മാറി വന്ന മലക്കായി വന്ന മനുഷ്യനായി വന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പറയുകയാണ്, വേഷം മാറി വന്ന മനുഷ്യൻ പറയുകയാ, നിനക്ക് ഞാൻ 6 ദീനാറ് തരാ, നീ വിൽക്കുന്നുണ്ടോ? 6 ദീനാറ് നിനക്ക് തരാ, നീ വിൽക്കുന്നുണ്ടോ? ആ സമയത്ത് ആ മകന്റെ മറുപടി എന്തെന്നറിയോ? ലൗ അഅ്തൈതനീ വസ്നഹാ ദഹബാ, ഇതിന്റെ അളവനുസരിച്ച് നിങ്ങൾ എനിക്ക് സ്വർണം തന്നാൽ ലമ്മാഖിദുഹു ഇല്ലാ ബിരിളാ ഉമ്മീ, എന്റെ ഉമ്മാന്റെ തൃപ്തിയില്ലാതെ ഞാനത് വാങ്ങില്ല, എനിക്കത് വേണ്ട. എന്റെ ഉമ്മ പറഞ്ഞതുപോലെ 3 ദീനാർ എനിക്ക് മതിയെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ മലക്ക് പറഞ്ഞു, 6 ദീനാറിനാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊള്ളാം, പക്ഷേ നിന്റെ ഉമ്മാന്റെ തൃപ്തിയില്ലാതെ വാങ്ങണം പറ്റുമോ? ഇല്ല, ഞാൻ ഉമ്മയോട് ചോദിക്കട്ടെ. ഈ പശുക്കിടാവിനെയും പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകന് വീട്ടിൽ വരികയാ. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഒരാൾ 6 ദീനാറ് തരാമെന്ന് പറയുന്നു, ലാഭമല്ലേ, കൊടുക്കട്ടെ. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ, 6 ദീനാറ് നീ കൊടുക്കണേ, പക്ഷേ എന്റെ തൃപ്തി അനുസരിച്ചാകണം.
ഒരിക്കലും എന്റെ അതൃപ്തിയിലൂടെ നീ വിൽക്കാൻ പാടില്ല. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, വലിയ വലിയ ബിസിനസ് നടത്തുന്നവരെ, വലിയ വലിയ കച്ചവടം നടത്തുന്നവരെ, അതിന്റെ ലാഭത്തിന്റെ നട്ടത്തിന്റെ മുതലിന്റെ കണക്കുകൾ, ഭാര്യയോട് സംഭാവന നൽകുന്ന കണക്കുകൾ പറഞ്ഞ് ഭാര്യയെ തൃപ്തിപ്പെടുത്തുമ്പോ നിങ്ങളെ പെറ്റ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, 1 രൂപ പോലും കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ പ്രിയപ്പെട്ട ഉമ്മ ആളുകൾ കൊടുക്കുന്ന കാശ് കൊണ്ട് ഗുളിക വാങ്ങുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ തൃപ്തിയില്ലാതെ എത്ര വലിയ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുത്തിയാൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അതിൽ ബറക്കത്ത് ഉണ്ടാകൂല. ഉമ്മാന്റെ സന്തോഷത്തിന്റെ, ഉമ്മാന്റെ ആശംസയുടെ, ഉമ്മാന്റെ ആശീർവാദത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ തലോടലില്ലാതെ നമുക്കൊരു ജീവിതത്തിന്റെ വിജയം സ്വപ്നം കാണണ്ട. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പൊന്നുമോനെ 6 ദീനാറിന് വിറ്റോ പ്രശ്നമല്ല, പക്ഷേ എന്റെ തൃപ്തി അനുസരിച്ചാകണം വിൽക്കേണ്ടത്. ആ മകന് പശുക്കിടാവിനെയും കൊണ്ട് ഓടുകയാ. അവിടെ വന്നപ്പോഴേക്കും ആളിനെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്. നേരം വെളുത്തപ്പോൾ വീണ്ടും ആ മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കുന്നുണ്ടോ? അതെ, കൊടുക്കാം. 6 ദീനാറിന് എന്റെ ഉമ്മ സമ്മതിച്ചിരിക്കുകയാ, എന്റെ ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ കൊടുത്തോളാ. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, 12 ദീനാർ തന്നാ കൊടുക്കുവോ? 12 ദീനാർ ഞാൻ തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിന്റെ ഉമ്മാന്റെ തൃപ്തിക്കാകാൻ പാടില്ല. ആ സമയത്ത് പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഈ തൂക്കത്തിന് സ്വർണം തന്നാൽ, ഈ പശുവിന്റെ അളവിന് തൂക്കത്തിന് നിങ്ങൾ എനിക്ക് സ്വർണം തന്നാൽ എന്റെ ഉമ്മാന്റെ തൃപ്തിക്കല്ലാതെ ഞാൻ സ്ഥാനം കൊടുക്കില്ല. ആ പൊന്നുമോന് പശുവിനെയും പിടിച്ചുകൊണ്ട് വീട്ടിൽ വരികയാ. എന്നിട്ട് ഒരു ചുമ്മാ 12 ദീനാർ തരാമെന്ന് പറയുന്നു, കൊടുക്കണോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, ആ വന്നത് കച്ചവടക്കാരനല്ല, ആ വന്ന കച്ചവടക്കാരനല്ല, മലക്കാണ്, മലക്ക. അതുകൊണ്ട് ചോദിക്കടാ പൊന്നുമോനെ, ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന്, ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന് ചോദിക്ക്. ഓടിച്ചെന്നു. മാർക്കറ്റിൽ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ വേഷപ്രച്ഛന്നനായ മലക്കവിടെയുണ്ട്. ചോദിച്ചു, പൊന്നുമോൻ ഇത് കൊടുക്കണോ വേണ്ടയോ എന്നും ചോദിക്കുകയാ. നിങ്ങൾ എനിക്ക് മനസ്സിലായി ആരാണെന്ന് എനിക്കറിയാ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരുമോ? എന്റെ ഉമ്മ ചോദിച്ചു, കൊടുക്കണോ വേണ്ടയോ എന്ന്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കൊടുക്കരുത്, ഈ പശുവിനെ ഇപ്പൊ കൊടുക്കാൻ പാടില്ല. ഈ പശുവിനെ തേടിയിട്ട് മൂസാ നബിയുടെ കാലം വരുമ്പോൾ, മൂസാ നബിയുടെ കാലത്ത് ഈ പശുവിനെ തേടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ആള് വരും. അന്ന് എത്ര രൂപയ്ക്ക് കൊടുക്കണം? ഈ പശുവിനെ അറുത്തിട്ട് ആ പശുവിന്റെ തോൽ നിറച്ച് നിങ്ങൾക്ക് ദീനാറ് കിട്ടിയാലല്ലാതെ കൊടുക്കരുത്. പശുവിന്റെ തോലഴിച്ചിട്ട് ആ പശുവിന്റെ അന്ന് പിന്നാരും ഭരിക്കാനൊന്നുമില്ല. പശുവിന്റെ തോലഴിച്ചാൽ, എന്റെ സഹോദരങ്ങളെ, പശുവിന്റെ തോലഴിച്ചിട്ട്, തോലുരിച്ചിട്ട് ആ തോല നിറയെ നിങ്ങൾക്ക് ദീനാറ് തന്നാൽ മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മകനോട് വീട്ടിൽ ചെന്നുമ്മയോട് കാര്യം പറഞ്ഞു. കാലങ്ങൾ ഇടഞ്ഞു നീങ്ങി. നിമിഷങ്ങളെ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളും മാസങ്ങളുമായി, വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ആ നാട്ടിലൊരു സംഭവം ഉണ്ടായി. ശ്രദ്ധയോടെ കേൾക്കണേ. ഏത് തഫ്സീർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കതിൽ കാണാം, ഏത് തഫ്സീറുകൾ നിങ്ങളെടുത്ത് നോക്കിയാലും നിങ്ങൾക്കതിൽ കാണാം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലികളിൽ വരികയാ. ശ്രദ്ധിച്ച് ഈ കഥ കേൾക്കണേ. ആ സമയത്ത് അവിടെ ഒരു കൊലപാതകം നടന്നു, ഒരു വലിയ കൊലപാതകം നടന്നു. ആ കൊലയാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ആളുകൾ വന്നിട്ട് പറഞ്ഞു, എന്തേ മൂസാ, നിനക്കൊന്ന് റബ്ബിനോട് പറഞ്ഞൂടെ, എന്താണ് ഞങ്ങൾ ഈ കൊലയാളിയെ കണ്ടെത്താനുള്ള മാർഗം? ഞങ്ങൾക്കാളിനെ കിട്ടണം. എന്താ വേണ്ടതെന്ന് പറയുമോ? മൂസാ ഒന്ന് പറയുമോ? ഞങ്ങളുടെ കൊലയാളിയെ കണ്ടെത്തണം. മൂസാ നബി റബ്ബുമായി സംഭാഷണം നടത്തി. അല്ലാഹു മഹാനായ കലീമുല്ലാഹി മൂസാ നബിക്ക് വഹി കൊടുത്തു. എന്താ വേണ്ടതെന്ന്, എന്താ പറഞ്ഞത്? വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹു ബഖറാ. അന്നത്തെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, നിങ്ങളൊരു പശുവിനെ ഇറക്കുക, ഒരു പശുവിനെ ഇറക്കുക. അന്ന് കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പശുവിനെ അറുത്തു. ഇന്ന് പശുവിനെ ഇറക്കുന്നവനെ മറ്റുള്ളവർ കൊല ചെയ്യുന്നു, അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പശുവിനെ നിങ്ങൾ അറുക്കാൻ പറഞ്ഞു. ബനൂ ഇസ്രായേലികൾ മൂസാ നബിയോട് ചോദിച്ചു, ആ തത്തഖിദുനാ ഹുസുവ, ഞങ്ങളെ കളിയാക്കുകയാണ്,
ഒരാൾ മരിച്ചതിന്റെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊല ചെയ്യപ്പെട്ടവന്റെ കൊലയുടെ ഉത്തരവാദിത്വം കൊലയാളി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ വേറൊരു കൊല നടത്താൻ പറയുകയോ? അത്ഭുതമല്ലേ? കളിയാക്കുകയാണോ? ആ സമയത്ത് പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞങ്ങൾ എങ്ങനത്തെ പശുവിനെയാണ്? എങ്ങനെയുള്ള പശുവിനെയാണ് അറുക്കേണ്ടത്? ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിലുൻ വലാ ബികുറുൻ അവാനും ബൈന ദാലിക. മൂസാ നബി പറഞ്ഞു, വലിയ പ്രായം ഉണ്ടാകാൻ പാടില്ല, എന്നാൽ തീരെ പ്രായം കുറവാകാൻ പാടില്ല. നല്ല ഒത്ത പ്രായമുള്ള ഒരു പശുവിനെ അറുക്കണം. അവരങ്ങ് അറുത്താൻ മതിയായിരുന്നു ഏതെങ്കിലും പിടിച്ചിട്ട്. പക്ഷെ ഇല്ല, അങ്ങനെ ഇറക്കാൻ പറ്റൂല. അള്ളാഹു എല്ലാം ഹിക്മത്ത്, അള്ളാഹുവിന്റെ തന്ത്രം, പടച്ചതമ്പുരാന്റെ യുക്തി ഓരോ ഭാഗങ്ങളിൽ അവൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. അപ്പൊ ഇവര് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനത്തെ പശുവ? ഒന്നുകൂടെ പറയൂ. ഇവരെ അധികരിച്ച ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹു ഡിമാൻഡ് വെച്ചിരുന്നു. രണ്ടാമതവര് ചോദിച്ചു, ഖാലൂ എങ്ങനെയുള്ള പശുവാണ്, ഏത് നിറമാണ്? മഞ്ഞ നിറത്തിലുള്ള ഒരു പശുവാണ്. കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തുന്ന മനോഹരമായ നയനാനന്ദകരമായ ഒരു പശുവിനെ ഇറക്കണം. അവര് ചോദിച്ചു, എന്താണെന്ന് ഒന്നുകൂടെ പറയോ? പിന്നെങ്ങനെയുള്ളതാ? ഈ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം പ്രശ്നമാണ്. ചേകന്നൂര് മൗലവിയെ പഠിക്കുന്ന സമയത്ത് ചേകന്നൂര് മൗലവിയോടൊപ്പം പഠിച്ച പലരും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, വലിയ പണ്ഡിതന്മാരായി അല്ലേ. ചേകന്നൂര് മൗലവി പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ചോദിക്കും, നിങ്ങൾ ആ പറഞ്ഞതിന് തെളിവ് വല്ലതുകൊണ്ടോ? തെളിവ് പറഞ്ഞു കൊടുക്കും. ചോദിക്കും, അപ്പറഞ്ഞതിന് തെളിവെന്താ? അതിനും തെളിവ് പറയും. അപ്പറഞ്ഞതിന് തെളിവെന്താ? അതിനും തെളിവ് പറഞ്ഞു. അവസാനം ദറസ് എടുക്കാൻ സമ്മതിക്കാതെ തെളിവ് ചോദിച്ചിരുന്നു. ഉസ്താദ് അവസാനം പറഞ്ഞു, എടാ കഴുതേ, നിന്റെ കാര്യത്തിലും ഒരു തെളിവില്ലാതെ പോകും. ഇന്നും തെളിവില്ലാത്തൊരു കേസ് അതല്ലേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുരുത്തക്കേടാ. ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചറുത്ത കാര്യം നടക്കുമായിരുന്നു. പക്ഷെ ഇവരിങ്ങനെ, പിന്നെ എന്തുകൊണ്ടാ കിട്ടിയതെന്നറിയോ? അത് പറഞ്ഞുതരാം. ഇത്രയും നിബന്ധനകൾ വെച്ചിട്ടും ആ പശുക്കുട്ടി അവർ കണ്ടെത്തിയതിന് കാരണമുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം അവിടെയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. പിന്നെ എങ്ങനെയുള്ളതാണ്? അള്ളാഹു പറയുന്നു, ഇന്നല ബഖറ തസാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂ. അവിടത്തെ ജൂതന്മാര് പറഞ്ഞതെന്താണ്? സഹോദരങ്ങളെ, ബനൂ ഇസ്രായേലുകള് പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ച കണ്ടെത്തും. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, വേണ്ട, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്നഹാ ബഖറത്തുൽ ലാ ദലൂലുൻ സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞ അവസാനത്തെ ഡിമാൻഡ് ഇതാണ്. ഒരിക്കൽ പോലും കൃഷിയിടങ്ങളെ ഉഴുതുമറിക്കാനും വെള്ളം നനയ്ക്കാനും ഉപയോഗിച്ചതാകാൻ പാടില്ല. പാടത്ത് പണിക്ക് വേണ്ടി ഇറക്കിയതാകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത, ഒരു അടയാളം പോലും ഇല്ലാത്ത നല്ല മനോഹരമായ ഒന്നിനെയാണ് അറുക്കേണ്ടത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു പശുവിനെ നോക്കി നടന്നു. എന്തൊക്കെയാണ്? കൂടുതൽ പ്രായമാകാൻ പാടില്ല, തീരെ പ്രായം കുറയാൻ പാടില്ല, മഞ്ഞ നിറമാകണം, കാണാൻ നല്ല മനോഹരമാകണം, കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചതാകാൻ പാടില്ല, ഒരു ന്യൂനതയും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ നിബന്ധനകൾ ഒത്ത് അവസാനം അവർക്കത് കിട്ടി. എന്താ കിട്ടാനുള്ള കാരണം? നമുക്കില്ലാതെ പോയ കാര്യം അതാണ്. അവര് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അല്ലാഹു ഉദ്ദേശിക്കുമെങ്കിൽ ഞങ്ങളത് കണ്ടെത്തും. ആ ഒരു വാക്ക് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരൊറ്റ വാക്ക് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെന്താ പറയാ? നാളെ കല്യാണം, ഞാൻ അങ്ങത്തേക്ക് രാവിലെ 10 മണിക്ക് ഞാൻ എത്തും. പിന്നെയാണ് അറിയുന്നത് 12 മണിക്കും എത്തിയില്ല. എന്താ? ബൈക്കിൽ നിന്ന് വീണ് 2 കൈയും കാലും വെച്ച് കെട്ടി വീട്ടിൽ കിടക്കുകയാണ്. കാരണം എന്താ? ഇവൻ ഉറപ്പുകൊടുക്കാനാരാ? ഞാൻ അങ്ങത്തിയൊക്കെ നോക്കെ, നീ പൊക്കി ആളിയാ, നീ അങ്ങത്തിക്കോ, ഞാൻ എത്തിക്കോളാം എന്ന് പറയുന്നു. 6 ദിവസം കഴിഞ്ഞാലും വീട്ടിലെത്തൂല. കാരണം എന്താണ്? ഇവൻ അങ്ങ് എത്താമെന്ന് പറഞ്ഞു. അള്ള ചിന്തിച്ചു, എന്നാ ഇവൻ ഒന്ന് എത്തണ കാണണം.
അള്ളാഹു ചിന്തിച്ചു യവനൊന്ന് എത്തുന്നത് കാണണം. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും നമ്മുടെ വായിൽ വരേണ്ടത് ഇൻഷാ അല്ലാ ഞാൻ അങ്ങെത്തിയേക്കാം, ഉറപ്പായിട്ട് അവിടെ എത്തും. അള്ളാഹ് വലിയ ഇഷ്ടമാവും. നമുക്ക് അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടാകണ്ടേ. ഇവിടെ നോക്ക്, അവർ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? ഇങ്ങനെയുള്ള പശുക്കുട്ടിയെ തെരഞ്ഞു നടക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ കുട്ടിയുടെ കയ്യിലുള്ള പശുക്കുട്ടി ഈ വിശേഷണങ്ങൾ ഒത്ത പശുവാണ്. അങ്ങനെ ചെന്നു പറഞ്ഞ തുക കൊടുത്തു. എന്താ പറഞ്ഞ തുക? പശുവിനെ നിങ്ങൾ അറുത്തോളിൻ, അറുത്തിട്ട് അതിന്റെ തുകൽ നിറച്ച് എനിക്ക് ദീനാറ് തരണം. അത്രയും ദീനാറ് കൊടുത്തു. ആ പശുക്കുട്ടിയുടെ വാലുകൊണ്ട് കൊല്ലപ്പെട്ട ആളിന്റെ ശരീരത്തിൽ അടിച്ചു. അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ സഹോദരന്റെ മകൻ ഇന്നവനാണ് എന്നെ കൊന്നത്. ആ കൊലയാളിയെ, ആ കൊലപാതകം നടന്ന നാട്ടിൽ തിരിച്ചറിയാൻ ഈ പശുക്കുട്ടി കാരണമായി. ഈ പശുക്കുട്ടിയുടെ പേര് അൽ ബഖറ എന്ന് പറയുന്ന അധ്യായത്തിന് പേര് വരാൻ തന്നെ കാരണം ഈ മകന്റെ കയ്യിലിരുന്ന ഈ പശുക്കുട്ടി കാരണമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ പശു എന്നാണ് അർത്ഥം. കാരണം എന്താ? അതിനകത്ത് പരാമർശിക്കുന്നത് ഈ ഉമ്മയുമായി ബന്ധപ്പെട്ട മകന്റെ ചരിത്രം പറയുന്ന, ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച മകൻ. അവൻ ആരായി? 3 ദീനാറിനെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ആ പശുക്കുട്ടിയെ ആ തുകൽ നിറച്ചു കിട്ടിയ ദീനാറിനെ വിറ്റു സാമ്പത്തികമായ ലാഭം കൈയാളിയ ആ മകന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉമ്മായുടെ തൃപ്തിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പല കച്ചവടം നടത്തുന്നവരായിരിക്കും. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉമ്മയോട് പറയണം, ഉമ്മ ഞാൻ ഇന്ന ബിസിനസ്സിന് പോകാം, നിങ്ങൾ ദുആ ചെയ്യും. നിങ്ങളുടെ തൃപ്തി ഉണ്ടെങ്കിൽ അതിനെങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് പല സ്ഥലത്തും ആക്കിയിരിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ ഉമ്മയോട് നമുക്ക് പൊരുത്തം ചോദിച്ചിട്ട് ഉമ്മയുടെ തൃപ്തിയോടുകൂടി നമുക്ക് പോകാൻ കഴിയും? ഉമ്മ എങ്ങനെ നമ്മളെ ഉപദ്രവിക്കട്ടെ, നമ്മൾ പറയുമല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, നബിയേ എന്റെ ഉമ്മ എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാ, എന്നെ ഉപദ്രവിക്കുകയാണ്, എന്നെ ശല്യപ്പെടുത്തുകയാണ്. ഉമ്മാരെ ഉപദ്രവം താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ഞാൻ എന്താ വേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എഴുന്നേൽക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്നവനായി എഴുന്നേറ്റ അന്നേ ദിവസത്തിൽ സ്വർഗത്തിലേക്കുള്ള 2 വാതിലുകൾ അങ്ങ് തുറക്കുകയാ. ആരെങ്കിലും വാപ്പാനെ ഉമ്മാനെ അതൃപ്തിയോടുകൂടിയിട്ടാണ് എഴുന്നേക്കുന്നതെങ്കിൽ നരകത്തിലേക്കുള്ള 2 വാതിൽ അങ്ങ് കൊട്ടി തുറക്കപ്പെടുകയാ. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എഴുന്നേറ്റ് നടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ ഉപ്പാനെ തള്ളി പറഞ്ഞുകൊണ്ട്, അവരുപദ്രവിച്ചുകൊണ്ട്, അവരുടെ കണ്ണീര് കണ്ടുകൊണ്ട്, അവരെ വേദനിപ്പിച്ചുകൊണ്ടാ നമ്മുടെ ജീവിതത്തിന്റെ ഒരു തുടക്കമെങ്കിൽ വല്ലാഹി നരകത്തിന്റെ വാതിലുകൾ നമുക്ക് ആ ദിവസം തുറക്കപ്പെട്ടിരിക്കുകയാ. അല്ലാതെ റസൂലുള്ളാഹി പറയുന്നു, നിന്റെ മാതാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട്, എന്റെ പൊന്നുമോന്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് എന്നെ ഉപദ്രവിക്കുന്നില്ലല്ലോ, എന്നെ പൊന്നുപോലെ നോക്കുകയല്ലേ, എന്റെ പൊന്നുമോനല്ലേ എന്റെ എല്ലാ എന്ന ഒരു ചിന്ത, ഒരു തീരുമാനം നിന്റെ ഉമ്മാന്റെ മനസ്സിൽ വന്നാ, നിന്റെ വാപ്പാന്റെ ഹൃദയത്തിൽ വന്നാ, പൊന്നുമോനെ അന്നേ ദിവസം നിന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നിടുകയാ. ആ സമയത്ത് സഹാബി ചോദിച്ചു, മൈനലമാ നബിയെ, അവരെ ഞങ്ങൾ ഉപദ്രവിക്കുകയാ, ഞങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തിയില്ല. ചില ഗൾഫുകാർ പറയുമല്ലോ, ഉസ്താദ് ഞങ്ങൾ എന്ത് കൊടുത്താലും ഉമ്മാക്ക് തൃപ്തി വരുന്നില്ല, ഞങ്ങൾ നല്ലതെന്ത് ചെയ്താലും ഞങ്ങളുടെ ഉമ്മാക്ക് സന്തോഷം വരുന്നില്ല. എന്നും എന്റെ മക്കളെ കുറ്റം പറച്ചില്ല, എന്റെ ഭാര്യയെ കുറ്റം പറച്ചില്ല, എന്നെ വല്ലാതെ ശപിക്കുന്നവളാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, ഒരിക്കലും ശപിക്കല്ലേ. നിങ്ങളുടെ ഒരു ശാപമെങ്ങാറ്, നിങ്ങളുടെ ഒരു എതിരായ പ്രാർത്ഥനയെങ്ങാറ് നിങ്ങളുടെ പൊന്നുമക്കളുടെ തലയിൽ വീണുപോയാ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് ഉയർച്ചയുണ്ടാകൂല. നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ പൊന്നുമക്കളെ നരകയാതന അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ശപിക്കല്ലേ, ഒരിക്കലും നിങ്ങൾ ദുആ ചെയ്യല്ലേ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കൾക്കെതിരായി ദുആരക്കല്ലേ. സഹോദരങ്ങളെ, നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഞങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും നന്ദിയില്ല, എന്ത് ചെയ്താലും ഞങ്ങളെ ഉപദ്രവിക്കുകയാ, എന്നാ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? റസൂല് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. 3 വട്ടം നബി തങ്ങൾ പറയുന്നു, അവരെ നിങ്ങളെ ഉപദ്രവിച്ചാലും ശരി, അവരെ നിങ്ങൾ ആക്ഷേപിച്ചാലും ശരി, അവരെ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ശരി, നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് അവര് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ്, എന്നാലും നിങ്ങളൊരക്ഷരം പോലും മറുത്തു പറയല്ലേ. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കണേ.
എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ കാരണം നമ്മുടെ മാതാപിതാക്കളാ. ഉമ്മയുടെ മഹത്വം തിരിച്ചറിയണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ബിസിനസ് ആണെങ്കിലും കച്ചവടമാണെങ്കിലും പിന്നിൽ ഉമ്മാന്റെ ദുആ വേണം. അതുകൊണ്ടൊരു വാക്ക് പോലും നിനക്ക് മോശമായി പറയാൻ പാടില്ല. നിന്നെ പിച്ച വെക്കാൻ പഠിപ്പിച്ചതുമ്മയാ, നിന്നെ സംസാരം ഭാഷ പഠിപ്പിച്ചതുമ്മയാ. അതുകൊണ്ടൊരാൾക്ക് പോലും നീ മോശം പറയാൻ പാടില്ല. ഒരിക്കൽ പോലും ഉമ്മാനെ തള്ളി പറയാൻ പാടില്ല. സഹോദരങ്ങളെ, റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാരെ സ്നേഹം വാങ്ങാ, ഉമ്മമാക്ക് ഖിദ്മത്ത് എടുക്കാ. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് കഴിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുള്ളത് കൊണ്ടാണല്ലോ. നല്ല സമയത്ത് അവർ നമ്മൾ വേണ്ട എന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ, നമ്മൾ വേണ്ട എന്ന് അവര് നല്ല പ്രായത്തിൽ ചിന്തിച്ചിരുന്നെങ്കിലോ, നമ്മളെ അങ്ങ് അബോർഷൻ ചെയ്തിരുന്നെങ്കിലോ, ഇന്ന് നമ്മുടെ ഭാര്യയെ കാണാൻ പറ്റുമോ? നമ്മുടെ മക്കളെ കാണാൻ പറ്റുമോ? നമുക്ക് ബിസിനസ്സുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഈ പ്രപഞ്ചം തന്നെ നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അനിഷ്കുർലി വലി വാലിദൈക്, എനിക്കും നിന്റെ മാതാപിതാക്കൾക്ക് നീ ശുക്ർ ചെയ്യണം. ചേർത്തു പറഞ്ഞു. 3 ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ടെന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ശ്രദ്ധിച്ചോളി, 3 ആയത്തുകൾ. ഈ 3 ആയത്തുകളിൽ അള്ളാഹു 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നൊന്നിന്റെ പൂരകമാണ് എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടെങ്കിലേ അടുത്തതുള്ളൂ. ഒന്ന് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാനെ വഴിപ്പെടണം, പ്രവാചകനെയും വഴിപ്പെടണം. പ്രവാചകനെ വഴിപ്പെടാതെ അള്ളാനെ വഴിപ്പെട്ടിട്ട് ആ വഴിപ്പെടൽ അള്ളാഹ്ക്ക് വേണ്ട. രണ്ടാമത് പറഞ്ഞു അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാ, നിങ്ങൾ സദഖ കൊടുക്കണം, നിസ്കരിക്കണം. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ നിസ്കരിക്കുകയും വേണം. ഇന്ന് നിസ്കാരമുണ്ട്, സക്കാത്ത് കൊടുക്കൂല. ചൊളറിങ്ങുന്ന പരിപാടിക്കൊന്നും നമ്മളില്ല. എന്തിനാ നിസ്കാരം? അല്ലാഹ്ക്ക് വേണോ? ഒന്നൊന്നിന്റെ പൂരകമാണ്, ഒന്നുണ്ടെങ്കിലേ അതുള്ളൂ. 3-ാമത്തെ ആയത്ത് അനിഷ്കുർലി വലി വാലിദൈക്, നിങ്ങൾ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ ശുക്ർ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് അവരോട് നമുക്ക് എന്ത് കടപ്പാടാണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എത്ര തലയിൽ അവരെ ചുമന്നുകൊണ്ട് നടന്നാലും അവര് നമ്മളെ ചുമന്നതിനോളം സമാനമാകൂല. ഒരു ഉമ്മ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ക്ഷീണം വന്നാൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. ഒരു പനി പിടിച്ചാൽ ഗർഭ പീരീഡിൽ നിങ്ങൾക്കറിയുമല്ലോ, നിങ്ങളുടെ ഉമ്മായ നിങ്ങൾ കുറ്റം പറയുന്നു. എന്താ കാരണം? എന്റെ ഗർഭിണിയായ പെണ്ണിനെ എന്റെ ഉമ്മ ചീത്ത പറഞ്ഞു, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഒന്നും അല്ലെങ്കിൽ അവള് ഗർഭിണിയല്ലേ, ആ ഗർഭിണിയായ പെണ്ണിനെ എന്റെ ഉമ്മ ചീത്ത പറയാന്ന് പറഞ്ഞാൽ, മോനെ നിന്റെ പെണ്ണ് ഗർഭിണിയായപ്പോഴാണ് അവളുടെ ഛർദി നീ കണ്ടത്. അപ്പോഴാണ് നിന്റെ പ്രിയപ്പെട്ട അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ ഭാര്യ ഒരു ഗുളിക കഴിക്കുന്നില്ല. അവള് പനി പിടിച്ചാലും അവള് ആവി കൊണ്ടും അതുപോലെ ചുക്ക് കാപ്പി കുടിച്ചും അവള് പനി മാറ്റുന്നു. ഇതുപോലെയല്ലേ നിന്റെ ഉമ്മ ചുമന്നത് അല്ലെ? പെണ്ണുങ്ങൾ എന്ത് കൊടുത്താൽ മതിയാകും? അവർക്കൊരു പനി വന്നാൽ അവർ ഗുളിക കഴിക്കില്ല, അവർക്ക് പേടി കുഞ്ഞിനെന്തെങ്കിലും വൈകല്യങ്ങൾ ബാധിക്കുമോ എന്നാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അവര് ത്യാഗം സഹിച്ച് അവര് നമ്മളെ പ്രസവിച്ച് പാലും തന്ന് വളർത്തി വലുതാക്കി, നമ്മളെ അവരുടെ മടിത്തട്ട് ബാത്റൂമാക്കി, അവര് പിച്ച വെപ്പിച്ച് നടത്തി, അവര് സംസാരിപ്പിച്ച് പഠിപ്പിച്ച്, ഇതൊക്കെ നമ്മളെ ചെയ്തു തന്നിട്ട് അവസാനം നമ്മൾ അവരെ കാലുകൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കിയിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പള്ളിയിൽ ചെന്നിരുന്നാൽ ആ പള്ളി കൂടി നാറ്റം പിടിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് കൈ ഉയർത്തി വെച്ചിട്ട് അങ്ങോട്ട് ദ്വാരക്കുകയാണ്. ഓ, എന്തോ ഒരു ദുആയാണ്. നീ എവിടെ കൈ കെട്ടിയാലും, പള്ളയെ കെട്ടിയാലും, വയറ്റി കെട്ടിയാലും, നെഞ്ചത്ത് കെട്ടിയാലും, പെടലി കെട്ടിയാലും, പൊക്കലിന് താഴെ കെട്ടിയാലും, എവിടെ കെട്ടിയാലും നിന്റെ ഉമ്മാനെ നീ തള്ളി പറഞ്ഞിട്ട് ഉമ്മായെ വേദനിപ്പിച്ച് നീ എവിടെ കൈ കെട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹ്ക്ക് നിന്റെ ഒരു വഴിപ്പെടലും വേണ്ട, ഒരു ശുക്റും അള്ളാഹ്ക്ക് വേണ്ട. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ വെച്ചൊരു പ്രതിജ്ഞ എടുത്തോളി. എന്തു പ്രതിജ്ഞ? മരിക്കുന്നതുവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും, ഇതിന്റെ ഒന്നും വില ഇപ്പൊ അറിയില്ല, ഇതിന്റെ വില ഇപ്പോഴറിയില്ല. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ജീവിതകാലം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഉമ്മമാര്, ഏതെങ്കിലും മാതാക്കള്, പിതാക്കന്മാരും ഞാൻ ചേർത്ത് പറയണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പിതാക്കന്മാരെ കളഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അള്ള പോലും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു വാപ്പാരാരെയും മിണ്ടുന്നില്ല. പിന്നെ പറയുന്ന ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹിൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർലി വലി വാലിദൈക് വഇലൈൽ മസീർ. അള്ളാഹും വാപ്പായും കളഞ്ഞു. അപ്പൊ നമ്മളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാര്, ആ ഉമ്മയോടുള്ള കടമകളും കർത്തവ്യങ്ങളും കടപ്പാടുകളും നമ്മൾ പരിപൂർണമായി പാലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അള്ളാന്റെ സ്വർഗം നമുക്ക് അന്യമാണ് എന്ന് മാത്രമല്ല, ദുനിയാവിൽ അള്ളാഹു നമ്മളെ പാഠം പഠിപ്പിക്കും.